ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു പാർട്ട് 2 എന്ന രീതിയിലാണ് ഇന്ന് അട്രാക്ഷൻ ടുവേഴ്സ് മണി എന്നുള്ള ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ വീഡിയോ കാണുക. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുത്തേക്കാം. അതിൻ്റെ ബാക്കിയായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാൽ ഒരു 3 റെസ്പോൺസസിനെ കുറിച്ച് പറഞ്ഞു: ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ്. അപ്പം ഈ 3 റെസ്പോൺസുകൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ മണി റിലേറ്റഡ് കാര്യങ്ങളിൽ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മണി എപ്പോഴും ഫ്ലോ ചെയ്യണം, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവണം. മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പം പൈസ കുറേ ഉണ്ടാക്കി. അപ്പം എനിക്കൊരു സാലറി ഒരു 2 lakh ഉണ്ടെന്ന് വെച്ചോ. വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എത്ര രൂപ ശമ്പളമുണ്ട്? കുറച്ചൊക്കെ ഉള്ളൂ, അത്യാവശ്യം ജീവിച്ചു പോകും. ഇതായിരിക്കും നമ്മൾ നോർമലി ഒരു മറുപടി എന്നുള്ള രീതിക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, എങ്ങനെയുണ്ട്, ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു? പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഈ രീതിയിലായിരിക്കും റെസ്പോൺസ് പറയുന്നുണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നന്നായിട്ടിരിക്കുന്നു, എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അല്ലെ ആ ഒരു കാര്യം പറയുന്നില്ല. ആ ഒരു ഫിയർ എന്തുകൊണ്ടാണ്? നമുക്ക് അവർ കണ്ണ് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉള്ളിലുണ്ട്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് പൈസേനെ സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ കണ്ണ് കിട്ടുക എന്നുള്ളൊരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൈസയുടെ ഒരു 10,000 രൂപ എടുക്കാനുണ്ടോ, അല്ലെ 10,000 രൂപ ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഈ ഒരു രീതിയിൽ ചോദിക്കുമ്പോഴത്തേനും ഞാൻ പറയുകയാണ്, 10,000 രൂപ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ല രീതിയിലാണ് പോണതെന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞു പോയി കഴിഞ്ഞ് നമ്മളിരുന്ന് ചിന്തിക്കുക, അയ്യോ 10,000 രൂപ ഉണ്ടെന്നും പറഞ്ഞു, ഇനി അവരെ കടം ചോദിക്കും എൻ്റെ അടുത്തുനിന്ന്, എന്തിനായിരിക്കും ഇപ്പോൾ 10,000-ത്തിന് കാര്യം ഞാൻ പറയാൻ പോയത്? ഇങ്ങനൊരു ഫിയർ നമ്മളിൽ വരികയും അതേപോലെ തന്നെ അവരുടെ ഉള്ളിലൊരു ഇച്ചിരി കുശുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ 2 ഫ്രീക്വൻസി കൂടെ അലൈൻ ആവും. അപ്പോൾ ഈ പറഞ്ഞ കണ്ണേറെന്ന് പറഞ്ഞ സാധനം അവിടെ അഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു ഫിയറും ഇല്ലാണ്ട് അവിടെ നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പൈസ റിവീൽ ചെയ്യണമെന്ന് പറയുന്നത്. ഷോ ഓഫ് കാണിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പേടി മനസ്സിൽ വെച്ചിട്ടോ ആയിരിക്കരുത് ഒരിക്കലും കാര്യങ്ങൾ റിവീൽ ചെയ്യേണ്ടത്. നമുക്ക് ഉള്ളത് നമുക്കുണ്ട്. അത് അബൻഡൻസ് എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എപ്പോഴും വെൽക്കം ചെയ്യണം. ഇപ്പം ഞാനൊരു BMW കാറ് മേടിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് വിചാരിക്കുകയാണ്, അവൾക്ക് BMW കാറൊക്കെ ആയി, അവൾക്ക് പൈസയുടെ അഹങ്കാരം. ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ആൾക്ക് അവിടെ പൈസ ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് അവരും എൻ്റെ അതേ സന്തോഷം ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ടിന് BMW കാറൊക്കെ ആയി, അവൾക്ക് മേടിക്കാമെങ്കിൽ എനിക്കും മേടിക്കാം. ഈ ഒരു തോട്ട്, നമ്മുടെ മെൻറ്റാലിറ്റിയാണ് ആക്ച്വലി മാറേണ്ടത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഇല്ലായ്മയിലേക്കാണ്. എനിക്കതില്ല, എനിക്കിതില്ല, അവരൊക്കെ ഭയങ്കര പൈസക്കാരാ, അവർക്കൊക്കെ അതൊക്കെ മേടിക്കാം. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഒരാളുടെ വളർച്ചയിലോ തളർച്ചയിലോ ഓവറായിട്ട് സന്തോഷിക്കാതെ ഓവറായിട്ട് ദുഃഖിക്കാണ്ടും ഇരിക്കുക. നമുക്കും പറ്റും. അവർക്കിപ്പോൾ ഒരു കാര്യം നല്ലത് വന്നെങ്കിൽ ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, നല്ല കാര്യം. അവർക്കത് കിട്ടിയില്ലോ ആ രീതിയിൽ ചിന്തിക്കുക. അല്ലാണ്ട് അവനത് കിട്ടി, അവൻ്റെ കയ്യിൽ ഇതൊക്കെ കാണണം, ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കാണ്ടേ ഇരിക്കുക. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ടുവേഴ്സ് മണി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്ന ആളുടെ ഫ്രീക്വൻസി ഭയങ്കര ലോ ആയിരിക്കും. സോ മണി എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവത്തില്ല. അതാദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പം മെൻറ്റാലിറ്റി നമ്മൾ ആദ്യമേ മാറ്റണം. പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, എപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ജീവിക്കാൻ ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ മതി ജീവിക്കാൻ, ഇത്ര പൈസയൊക്കെ മതി. അല്ലെങ്കിൽ ഒരു 10,000 അല്ല 18,000 രൂപ സാലറി കിട്ടുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇത് 18,000 രൂപ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നുണ്ട്, ഇതൊക്കെ മതി. അങ്ങനെ ആ ഒരു ലിമിറ്റ് ചെയ്യാണ്. ചെറുതിലേ തൊട്ടേ നമ്മുടെ ആ ഒരു ബിലീഫിനെ നമ്മൾ ബാക്കിലോട്ട് വലിക്കുകയാണ്. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും ഈ പറഞ്ഞ ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ അടുത്ത് എപ്പോഴും പറയും, 10 രൂപ ഉണ്ടെങ്കിൽ 8 രൂപ സേവ് ചെയ്യണം, അതിൽ 1 രൂപയോ അല്ല 2 രൂപയെ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കുറച്ചൊക്കെ പിശുക്ക് നല്ലതാണ് എന്ന് വെച്ച് എല്ലാം പിശുക്കി വെച്ച്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ കടയിൽ പോവുക, എനിക്കൊരു ഫോണുണ്ട്. എൻ്റെ ഫോണിന് കുറച്ച് പഴയതാണ്, പക്ഷേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം ഫ്രീഡം സെയിലൊന്നും നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ, ഐഫോണിന് വില കുറഞ്ഞു, ഞാൻ എന്നാലും ഐഫോൺ എടുത്തേക്കാം. ഈവൻ ദോ എനിക്കൊരു ഫോണുണ്ട്, എന്നാൽ പോലും അടുത്തത് എടുത്തേക്കാം. ആ ഒരു അങ്ങനത്തെ തോട്ട് വരത്തില്ലേ? അതൊക്കെ ആകുമ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ചിന്തിക്കും, ഇതിപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ?
ഇപ്പം എൻ്റെ ഫോൺ മൊത്തത്തിൽ പോയി, സ്ക്രീനും പോയി, ഡിസ്പ്ലേയും പോയി, അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജാണെങ്കിൽ ഒക്കെ വേറെ ഫോൺ മേടിക്കാം. പക്ഷേ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇനി വേണം എന്നൊരു ആ ഒരു തോട്ടുണ്ടല്ലോ. നമ്മൾ അതൊക്കെയാണ് ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നീഡഡ് ആണെങ്കിൽ, നീഡാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ സാധനം മേടിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മാക്സിമം ചിലവാക്കാണ്ടിരിക്കുക. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ചിലവാക്കാണ്ടിരിക്കുക. നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ എത്ര രൂപ വന്നാലും അതിനെ ഹോൾഡ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം കപ്പാസിറ്റി ടു ഹോൾഡ് മണി, ആ ഒരു പാർട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളിലേക്ക് എന്തുകൊണ്ട് 1,00,000 രൂപ വന്നില്ല? ബിക്കോസ് നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പൈസ ഇങ്ങനെ വരത്തുള്ളൂ. ഇനി ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണല്ലോ, മാനിഫെസ്റ്റേഷനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സോ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എനിക്കൊരു കാറ് ഇപ്പം ഡിഫൻഡർ കാർ എനിക്ക് വാങ്ങണം. ഡിഫൻഡർ കാർ വാങ്ങണം. പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ്, അയ്യോ ഡിഫൻഡറൊക്കെ എടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലല്ലോ. ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയാണ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡിഫൻഡർ കാറിൻ്റെ ഒക്കെ ഷോറൂമിൽ പോയിട്ട് എങ്ങനെയാ പൈസ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുക? അതാണ് പറയുന്നത്, അവിടെ നമ്മുടെ ഫ്രീക്വൻസി കുറവാണ്. നേരെ മറിച്ച് പൈസ ഉണ്ടെങ്കിൽ മാത്രം, നമ്മളിപ്പം ഒരു ഷോറൂമിലല്ല പോകണം, പല ഷോറൂമിൽ പോയിട്ട് നല്ലത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ മേടിക്കാൻ പോവുകയാണെന്നുള്ള മെൻറ്റാലിറ്റിയിൽ നമ്മൾ അവിടെ പോയിട്ട് ഏതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ ആ ഫ്രീക്വൻസി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് പറയും, അവർ നമ്മളെ പിടിച്ച് തിന്നാനൊന്നും പോകത്തില്ല. ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, പൈസ ഇല്ലാണ്ട് പോയിട്ട് അവർക്കൊക്കെ നമ്മളോട് പുച്ഛമായിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു ഫ്രീക്വൻസി ലെവൽ ലോ ആയതുകൊണ്ടാണ് അവർ ഈ ഒരു തോട്ട് വരുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫൻഡറിൻ്റെ ഒരു ഇതിൽ പോവാണ്, നമ്മളവിടെ പോയിട്ട് വണ്ടി കാണുന്നു, പല കളറിലുള്ളത് കാണുന്നു, ഇതിൻ്റെ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഞാൻ 1-2 ഇടത്തും കൂടെ പോയിട്ട് നല്ല നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ അവർ നമ്മളൊന്നും ചെയ്യത്തില്ല. നേരെ മറിച്ച് ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോവാണ്, പോയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവിടെ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിനക്ക് ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ ജസ്റ്റ് അവിടെ പോയി ഫുഡ് കഴിച്ച് ഞാൻ എല്ലാം പേ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പോയി കഴിച്ചിട്ട് വായോ, ഞാൻ എന്താണ്ട് അവിടെ ഉണ്ടാവില്ല, നീ ഫാമിലിയായിട്ട് കൂട്ടിയിട്ട് പോയിട്ട് വാ. നോർമലി അവർ ചിന്തിക്കുന്നത്, അയ്യോ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഞാൻ എങ്ങനെ പോവുക, അവിടെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഈ ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതും ഫ്രീക്വൻസി ലോ ആണ്. നമ്മൾ ഇതൊന്നും ആയിട്ട് യൂസ്ഡ് അല്ല. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അയ്യോ അതൊക്കെ വലിയ വലിയ ആൾക്കാർ പോണ സ്ഥലമല്ലേ, അതൊക്കെ ഞാൻ എങ്ങനെയാണ് പോവുക, അങ്ങനെയുള്ള കുറേ ചിന്തകൾ. ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ചിന്ത മാറ്റി എടുത്തത്. അപ്പം അത് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ തോട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള നമ്പേഴ്സിൽ മാത്രം നിൽക്കരുത്. 1,00,000 രൂപയുള്ള ഒരു അക്കൗണ്ടിൽ 50,000 രൂപയാകുമ്പോഴത്തേനും അയ്യോ പിന്നെ ടെൻഷനാ, 50,000 രൂപയായി, ഇനി ഞാൻ എങ്ങനെ അത് ബാക്കി എത്തിക്കും, എത്ര രൂപ ഇനി വേണ്ടി വരും, ഇങ്ങനെ കണക്ക് കൂട്ടി കുറച്ച് ആ ഒരു രീതിയിലുള്ള ചിന്ത നിങ്ങൾ മൊത്തത്തിൽ വിടുക. ഓക്കെ, അവിടെ നിങ്ങളുടെ ഫ്രീക്വൻസി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മണിയുടെ അട്രാക്ഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, നമ്മുടെ കപ്പാസിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് താനെ മണി അട്രാക്റ്റ് ആവും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലെ ആ നമ്പേഴ്സിനെ മാത്രം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാണ്ടിരിക്കുക. അബണ്ടൻസിന് വേണ്ടി ക്രേവ് ചെയ്യുക. അതേപോലെ ഇപ്പം നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. ആ പൈസ പോകുമ്പം ജസ്റ്റ് താങ്ക് യു പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുമായിട്ട് 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരിച്ചു വരിക. ഈ ഒരു രീതിയിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പൈസനെ ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, കപ്പാസിറ്റി ഇല്ലെങ്കിൽ മണി ഫ്ലോ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ഈ കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇന്ന് തന്നെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ മെത്തേഡ്സ്, ഈ പറഞ്ഞ കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ, അബൻഡൻസ്, ഇതൊക്കെ പൈസേനെ സ്നേഹിക്കുക. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് 10 രൂപയുടെ ഒരു സാധനം മേടിച്ചു, നമുക്ക് ബാലൻസ് ഒരു 5 രൂപയോ എന്തെങ്കിലും വന്നു. 5 രൂപ നമ്മൾ എന്താ ചെയ്യുക, ഇടയിലിട്ടിട്ടു, അല്ല പേഴ്സിൻ്റെ ചെറിയ കള്ളിയിൽ, ബാഗിൻ്റെ ചെറിയ കള്ളിയിലൊക്കെ ഇട്ടു. നമ്മൾ മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷേ
അപ്പോൾ നമ്മൾ കടയിൽ പോയി ഒരു ചായ കുടിക്കണം, 10 രൂപയുടെ ചായ ആണല്ലേ 12 രൂപയുടെ ചായ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 11 രൂപയില്ലെങ്കിൽ ആ 1 രൂപയുടെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മണി എന്ന് പറയുന്ന കാര്യത്തിന് വാല്യൂ കൊടുക്കുക തന്നെ, വാല്യൂ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റെസ്പെക്റ്റും കൂടെ കൊടുത്ത് തന്നെ നിൽക്കണം. സോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇത്രയും ഈ 2 പാർട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ബൈ.